കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. പിന്നെയും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. വചനം അനേകർക്ക് അനുഗ്രഹമാകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. വചനം നാം നന്നായി ഗ്രഹിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ വിശ്വാസ ജീവിതം അനുഗ്രഹമാകും. ആയതുകൊണ്ട് ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർപ്പിക്കുന്നു. ഈ വചനം ശ്രദ്ധിക്കുക മാത്രമല്ല, നിങ്ങൾ ധ്യാനിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്യം, മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യം. നമുക്ക് ഒന്ന് വായിക്കാം. അത് നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങാൻ പറഞ്ഞാൽ അത് അങ്ങോട്ട് നീങ്ങും. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ യേശു പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് വായിച്ചത്. കടുകുമണിയോളം വിശ്വാസം. നിങ്ങൾ ശ്രദ്ധിച്ച്, കടുകുമണി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുള്ള ഒരു ധാന്യം. എല്ലാ ഭവനങ്ങളിലും കടുക് ഉപയോഗിക്കുന്ന വസ്തുവാണ്. പ്രത്യേകിച്ച് മലയാളക്കരയിൽ, കേരളക്കരയിൽ മലയാളികൾ കടുക് ഉപയോഗിക്കും. എല്ലാ കറികളിലും കടുക് ഉപയോഗിക്കുന്നത് മലയാളികളുടെ ഒരു സ്വഭാവമാണ്. പഴമക്കാരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കടുക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം കടുക് ചിതറാൻ പാടില്ല. കടുക് ചിതറിയാൽ വഴക്കുണ്ടാകുമെന്ന് പഴമക്കാരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം അതല്ല. നമ്മളെല്ലാവരും കറിക്ക് ഉപയോഗിക്കുന്ന ധാന്യമാണ് കടുക്. കടുക് പൊട്ടിച്ച് കറിക്ക് ഉപയോഗിക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആ കടുക് മണിയെ യേശു ക്രിസ്തു ഉപമയായി പറയുക. എന്തിനോടുള്ള ബന്ധത്തിൽ? വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ. എന്താ അതിൻ്റെ കാരണം? കടുക് എന്ന ധാന്യം ചെറിയ ഒരു മണിയാണെങ്കിലും അത് വളരെ ബലവത്തായ ഒരു ധാന്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അത്രേ ചൂടായ എണ്ണയിൽ അത് പൊട്ടിത്തെറിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള, ബലമുള്ള ഒരു ധാന്യം. അകത്ത് നല്ല ഉറപ്പാണ്, അകത്ത് നല്ല ബലമാണ്. അപ്പൊ കടുകുമണിയോളം വിശ്വാസം ദൈവമക്കൾക്ക് ഉണ്ടാകണമെന്ന്, സകല മനുഷ്യർക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ കൽപ്പിക്കുന്ന ഏതൊരു കാര്യവും നടക്കുമത്രേ. ദൈവത്തിന് സ്തോത്രം. അതിന് ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. അതേ സുവിശേഷത്തിൽ തന്നെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു കഥാപാത്രം, ഒരു ശതാധിപൻ. ഞാൻ വായിക്കാം. അവൻ അവനോട്, ഞാൻ വന്ന് അവന് സാധ്യമാക്കും. 8-ാം അധ്യായം 7-ാം വാക്യം ഞാൻ വായിക്കുന്നത്. 8-ാം വാക്യത്തിൽ, അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. 2-ാമത്തെ 9-ാം ഭാഗം, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകും,
മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്ന്, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. ശതാധിപൻ വളരെ മനോഹരമായ നിലയിൽ, വളരെ ശക്തിയുക്തമായ നിലയിൽ യേശുവിനോട് പറഞ്ഞു. ശതാധിപനെ കുറിച്ച് യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഞാൻ വന്ന് അവന്റെ ദാസനെ സൗഖ്യമാക്കും. ഉടനെ ഇതറിഞ്ഞ ശതാധിപൻ പറയുകയാണ്, എന്താ പറയുന്നത്? നോക്കൂ പ്രിയരെ, ശതാധിപന്റെ പേഴ്സണാലിറ്റി നിങ്ങൾ നോക്കൂ. ശതാധിപനിലുള്ള വിശ്വാസം, ശതാധിപനുണ്ടായ കടുകുമണി. ശ്രദ്ധിക്കണം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലതും സാധ്യമെന്നാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഈ ശതാധിപനെ ശ്രദ്ധിച്ചേ. ഈ ശതാധിപന്റെ വീട്ടിൽ ചെന്ന് യേശു തന്റെ ദാസനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് ശതാധിപൻ പറയുകയാണ്, യേശുവേ, നീ എൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നോക്കൂ പ്രിയരെ, ഒന്നാമത് നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയുന്നത് ശതാധിപന്റെ വിനയം, ശതാധിപന്റെ താഴ്മ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് വിനയമുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ അവന് വിശ്വാസം വർദ്ധിക്കുമെന്നല്ലേ ഈ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ അകത്തളത്തിലുള്ള വിനയം, അവന്റെ അകത്തളത്തിലുള്ള താഴ്മ. യേശു അങ്ങോട്ട് ചെന്ന് തന്റെ ദാസനെ സൗഖ്യമാക്കാം എന്ന് പറയുമ്പോൾ താൻ പറയുക, എൻ്റെ പുരക്കകത്ത് വരുവാൻ യോഗ്യതയില്ല. ഈ വരി വെച്ച് കർത്താവിൽ പ്രസിദ്ധനായ റെജി നാരായണൻ എന്ന ദൈവദാസൻ അനുഗ്രഹീതമായ ഒരു പാട്ടെഴുതി. എൻ്റെ പുരക്കകത്ത് വരുവാൻ പോരാത്തവനാണേ എന്നും പറഞ്ഞ അനുഗ്രഹീതമായ ഒരു ഗാനം മലയാളക്കരയിൽ ദൈവമക്കളുടെ ഇടയിൽ വളരെ പ്രസിദ്ധി പെറ്റ ഒരു ഗാനം ഈ വചന ഭാഗങ്ങളിൽ നിന്ന് പിറവിയെടുപ്പാനിടയായി. എന്താണ് ആ ശതാധിപൻ പഠിപ്പിക്കുന്നത്? താഴ്മയുള്ളവനാണ്. നോക്കൂ പ്രിയരെ, യേശുവിന്റെ മുമ്പിലാണ് താനെന്ന് പ്രകടിപ്പിക്കുന്നത്. അപ്പോ ഒരാൾക്ക്, നിങ്ങൾക്കും എനിക്കും വിനയമുണ്ടെങ്കിൽ, താഴ്മ ധരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വിഷയം കടന്നു വരുമ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനോ എതിർക്കാനായി, അതിനെ അഭിമുഖീകരിക്കാനായി നമുക്ക് വിനയമെന്ന സ്വഭാവമുണ്ടെങ്കിൽ, വിനയമുണ്ടെങ്കിൽ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു എന്ത്? വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മുടെ അകത്തളത്തിലുള്ള വിശ്വാസത്തെ അത് ഉറപ്പിക്കും. നമ്മുടെ അകത്തളത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുവാനുള്ള, തരണം ചെയ്യുവാനുള്ള വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, അതിവിശുദ്ധ ധൈര്യം നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കടുകുമണി അത് നമ്മെ പഠിപ്പിക്കുകയാണ്. അകത്തളത്തിലുള്ള ബലം, അകത്തളത്തിലുള്ള ധൈര്യം, വിശ്വാസത്തിൽ വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വിശ്വാസത്തിന്റെ വിശുദ്ധ ധൈര്യം, അത് കടുകുമണി ഈ ദാസനിലൂടെ, ഈ ശതാധിപനിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നീ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ ശതാധിപനെ പോലെ താഴ്മയുള്ളവനാണെങ്കിൽ, വിനയമുള്ളവനാണെങ്കിൽ പ്രതിസന്ധിയുടെ മുമ്പിൽ പതറുകയില്ല. നിന്റെ അകത്തളത്തിൽ വിശ്വാസത്തിന്റെ പുതിയ ആർജവമുണ്ടാകും. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാം ശതാധിപൻ നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? ശതാധിപൻ പറയുകയാണ് തൻ്റെ അധികാരത്തെ കുറിച്ച്.
നോക്കൂ, തൻ്റെ കീഴിലുള്ള പടയാളികളോട് ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ, വരിക എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കും. യേശുവേ, എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അകത്തളത്തിൽ ഒരു ബോധ്യമുണ്ട്, എൻ്റെ അകത്തളത്തിൽ ഒരു ബലമുണ്ട്, എൻ്റെ അകത്തളത്തിൽ ഒരു വിശ്വാസമുണ്ട്, എൻ്റെ അകത്തളത്തിൽ അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ധൈര്യമുണ്ട്. എന്താണ് ആ ധൈര്യം? ഞാൻ ഒരുത്തനോട് പറഞ്ഞാൽ അവൻ പോകും, ഞാൻ ഒരുത്തനോട് പറഞ്ഞാൽ അവൻ വരും. ഞാനൊരു അധികാരി, എൻ്റെ അധികാരത്തിന് കീഴിൽ ദാസന്മാർ അനുസരിക്കുന്നത് പോലെ നീ ഒരു അധികാരി, നീ സർവാധികാരി, നീ സർവത്തെയും ഭരിക്കുന്നവൻ, നീ സകലത്തിന് മീതെയുള്ളവൻ, നീ സർവശക്തൻ. നിങ്ങൾ ശ്രദ്ധിക്കു പ്രിയരെ. ഹല്ലേലൂയ. ഈ ശതാധിപൻ അത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? യേശു സർവാധികാരിയാണ്, യേശു സർവശക്തനാണ്, യേശു സർവവ്യാപിയായ ദൈവമാണ്, യേശു മാത്രമാണ് സത്യദൈവം, യേശു മാത്രമാണ് നിത്യദൈവം, യേശു മാത്രമാണ് സർവശക്തനായ ദൈവം. തൻ്റെ സ്വഭാവത്തിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മെ വിളിച്ചറിയിക്കുകയാണ് ഈ ശതാധിപൻ. എന്താണ്? യേശുവിനോട് പറയുക, ഞാനൊരു അധികാരിയാണെങ്കിൽ നീ സർവാധികാരിയാണ്. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ബാല്യക്കാരന്റെ വിഷയം കൽപ്പിച്ചാൽ അവിടെ സൗഖ്യം നടക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മൈലുകൾക്കപ്പുറത്ത് നിന്ന് ശതാധിപന്റെ ഈ വിശ്വാസ പ്രഖ്യാപനം നിമിത്തം അതേ നിമിഷത്തിൽ തന്നെ തൻ്റെ ദാസന് സൗഖ്യമാണ്. എന്തോ ഉറപ്പ്, എന്തോ ഒരു ധൈര്യം, എന്തോ ഒരു ബലം, എന്തോ ഒരു വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസമാണ് ഇന്ന് വിശ്വാസഗണത്തിന് വേണ്ടത്. ഈ വിശ്വാസമാണ് ഇന്ന് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേണ്ടത്. ഈ വിശ്വാസമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശുവിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടത്. ഏത് വിശ്വാസം? യേശു സർവാധികാരിയാണ്, യേശു സർവശക്തനാണ്, യേശു കൽപ്പിച്ചാൽ അപ്പോൾ തന്നെ നടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കാര്യങ്ങൾ യേശുവിന്റെ സമൂഹത്തിൽ ഇരുന്ന് ഗ്രഹിക്കുക. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, ഏത് രോഗാനുഭവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, ഏത് മലയുടെ മുൻപിൽ നിൽക്കുമ്പോഴും ഞാൻ ആരാണെന്ന്, യേശു ആരാണെന്ന് തിരിച്ചറിയുക. എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, സംഗതികൾ യേശുവിനോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും യേശുവിനെ അറിയുന്നവരായിരിക്കും, യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അംഗീകരിച്ചവരായിരിക്കും, യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമുള്ളവരായിരിക്കും, യേശുവിനെ പ്രസംഗിക്കുന്നവരും ആകാം. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കടഭാരങ്ങൾ വരുമ്പോഴാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിൽ എവിടെയായി? ഞാനും നിങ്ങളും കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? മലയോട് കൽപ്പിക്കാനുള്ള വിശ്വാസത്തിന്റെ ആർജവമുണ്ടോ എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കടുകുമണിയോളം ഉറപ്പുണ്ട്, കടുകുമണിയോളം ധൈര്യമുണ്ടോ, കടുകുമണിയോളം ബലമുണ്ടോ, കടുകുമണിയോളം അകത്ത് വിശ്വാസം ഉറക്കച്ചുണ്ട്. കടുകുമണിയെ നോക്കി പഠിക്കേ. അതാ ശതാധിപനിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ഒന്ന്, അവൻ
വിനയമുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. 2, യേശു സർവാധികാരിയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളവനാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് വിശ്വാസം വർദ്ധിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസം ഒരു കൃപ, വിശ്വാസം ഒരു കൃപ. അത് നമുക്ക് ഈ നാളുകളിൽ ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ദൈവമേ, നല്ല നിമിഷങ്ങൾക്ക് സ്തോത്രം. കടുകുമണി ഞങ്ങൾക്ക് ഉദാഹരണമായി അവിടുന്ന് നൽകിയല്ലോ, വിശ്വാസത്തിന്റെ അളവിന്. അതുപോലെ ഈ സന്ദേശം കേൾക്കുന്നവർ ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ സഹായിക്കണമേ. കേൾവിക്കാരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ, ആമേൻ. ഗാഡ് ബ്ലസ് യു.